Hello guys, welcome back to our YouTube channel. Yeah, Rajesh Freelance. Yeah. Okay, so നമ്മൾ കുറച്ച് ഓഫ് റോഡ് ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനാണ്. ചെറുതല്ല, ഒരു അത്യാവശ്യം. അതെ, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. വാഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നേരെ വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഒരു വെള്ളച്ചാട്ടം അല്ല, ഇതൊരു 10-100 വെള്ളച്ചാട്ടം, കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ചേർന്നൊരു ഒരുമിച്ച് ഒഴുകുന്ന ഒരു അടാറ് വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. അപ്പൊ ഇറങ്ങിയാൽ രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. അമേസിംഗ് ആയിട്ടുള്ള വ്യൂ. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി വിശദമായിട്ട് കാണിച്ചു തരാം അല്ലേ? നിങ്ങൾ ഈ കാണുന്ന ഒരു അടാറൊരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മാത്തൂർ റൂട്ടിലാണ്, ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അരുവിക്കരൈ വാട്ടർഫാൾസ്. ഇത് ഗൂഗിൾ മാപ്പിൽ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണ്. വന്നാൽ മതി. ഭയങ്കര രസമല്ലേ? അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, പിന്നെ അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയൊക്കെ ഒന്ന് വിശദീകരിച്ചു. നമ്മള് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി നോക്കും. ഇവിടെ ചെറിയൊരു തടാകം അപ്പുറത്ത് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ പോയി നോക്കിട്ട് നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ വിശദം കാണിച്ചു. ചാടാറാശ സിമ്പിൾ എത്ര ഉള്ളൂടാ. ഓരോന്ന് ചാടി കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ വലിയ കുഴിക്കകത്ത് പോകും. അതുകൊണ്ട് പയ്യെ നിന്ന് ചാടി വാ. ചെറിയ അതൊക്കെ എന്നെ സമയക്കണമല്ലേ? ഞാൻ ചാടിയതാ. ചെറിയൊരു ഒരു ചാട്ടം ചാടിയാ പിന്നെ കുഴപ്പമില്ല. അതിനെ ചാട്. ഇത്രയും വീണ് കഴിഞ്ഞാൽ അടിപൊളി ഒരു വിഷയം കിട്ടും. ചാട്. ഇത്രയും നീളം ഉള്ളതുകൊണ്ട് ഒരു പേടി പോലെ ചാടാ. ഇവിടെ കുറച്ച് നീളം കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടന്നു. കാരണം ആഴമില്ല, കോൺക്രീറ്റ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വാ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കയറിയാൽ ഞാൻ ചാട. പിന്നെ പോ, ചാട്. നല്ല അടിപൊളി വാഴത്തോട്ടം. ഇതില് മീനും എല്ലാം ഉണ്ടാറേ? മീനുണ്ട്. ആവശ്യം അങ്ങനെ ചാടാൻ വേണ്ടി തയ്യാറായിരിക്കാണ് ഗൈസ്. ചാടാ, കളിച്ചോണ്ടിരിക്കാതെ റെക്കോർഡാണ്. കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല, സ്ഥലം ഒരു രക്ഷയില്ല. സമയം കൊണ്ട് ചാടം കൊണ്ട് ഞാൻ അതെല്ലാം ആലോചിച്ച ഇത്രയും സമയം നിന്നിട്ട് ഞാൻ കറക്റ്റ് വെള്ളത്തിൽ ചാടണ്ട നീ ഒന്ന് ആലോചിച്ച? ഞാൻ ആലോചിച്ചത് കുഴിക്കാത്ത പോണെങ്കിൽ എന്നുള്ള കാര്യമാണ്. ഈ കണ്ടന്റ് വേറല്ല, തുടക്കത്തിലെടുത്തിട്ട് എടുക്കുക. എന്നെങ്കിലും ചാടൂ. അതാ നീ ധൈര്യമായിട്ട് ചാട്. ഇവിടെ ആകുമ്പോഴത്തേക്ക് അഥവാ വീണല്ലാണ്ട് ഈ വാഴയിൽ പിടിച്ച് നിൽക്കാൻ നിനക്ക് വലിയ ആഴയില്ല. കാല് തെന്നി കഴിഞ്ഞ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചാട്. അല്ലെങ്കിൽ ഞാൻ പിടിച്ചോളാം. ഇവിടെ പുറപ്പെടാൻ ഒരു പ്രയാസം. അവിടെ പിടിച്ചു വെച്ചിങ്ങനെ അതാ മറ്റേ ഒട്ടിച്ച് വെച്ചില്ല. പിന്നെ ചാട അതെ, മിക്കവാറും ചാടാൻ നിന്ന് കണ്ട് അവിടത്തെ കുഴിക്കാത്ത പോയിക്കാണ് ബാക്കിലത്തെ. നല്ല ഡിസ്റ്റൻസ് തോന്നിക്കണ ഇത്. എടാ നീ ഒന്ന് ചാടി കാണിച്ചാടാ. ആശ സിമ്പിൾ ആണ്. അതാണ്ട് വലിയ ദൂരം ഒന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് കാലെടുത്ത് ഇങ്ങനെ വച്ചാൽ തിരിച്ചിവിടെ നിന്നും കൊണ്ട് ഇത്രയേ ഉള്ളൂ. കണ്ട ഒന്നുകൂടെ കാണിച്ചു ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് കണ്ട എത്ര വന്നി. ഞാൻ ചാടാം. ഇനിയെങ്കിലും ചാടും നീ. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇവിടെ ചാടിയിരുന്നെങ്കിൽ ഞാനെ കുഴിക്കാത്ത എന്റെ ആവശ്യം. അതല്ലേ വല്ല ലാഘടിപ്പിച്ച നമ്മൾ ക്ഷമ ചോദിക്കുന്ന രാശി ചാടാ 1 മണിക്കൂർ നമ്മൾ നേരെ തൊണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. അതുവഴി ഇറങ്ങാം. ആണ്ട് ഇതിലെ അത് തന്നെ. ആണ്ട് ഇവിടെ വഴിയുണ്ട്. ശരിയാച്ചി റിസ്ക് ആയിരുന്നു കേട്ടാ. വാഴ ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു നോക്കി. എങ്കിൽ ആരോ താഴെ പോയിരുന്നു. അപ്പൊ ഇവിടെ ചെറിയ വാഴത്തോട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നടന്ന് ഇങ്ങനെ ഇറങ്ങി വേണം താഴോട്ട് പോവാൻ. വേറെ വഴിയുണ്ട്. നമ്മളിപ്പോ ഇതിലെ കൂടെ വന്നോണ്ട് നമ്മൾ ഇതിലങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. വാവ്, നമ്മളിപ്പോ കാണാൻ പോകുന്നൊരു അടിപൊളി വ്യൂ ആണ് ഗേസ്. വാവ്, അടിപൊളി അല്ലേ? സോ ബ്യൂട്ടിഫുൾ. വാവ്, അടിപൊളി കേട്ടെ ഗേസ്. അപ്പൊ നമ്മൾ ഇനി അപ്പുറത്ത് പോകണമെങ്കിൽ അവിടെ നിന്ന് ചാട്ടം. ഇവിടെയൊക്കെ ചാടാൻ ഭയങ്കര ഇതാണല്ലോ നിനക്ക്.
മറ്റേ പേടിച്ചേടേ വാവ് കൊള്ളാല്ലേ. ഇത് ഒരു എന്താ പറയാ വേറെ ലെവല് വ്യൂ ആണ് ഗേസ്. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. അടിപൊളി. ഇതൊരു ചില്ലറ വെള്ളച്ചാട്ടമല്ല, ഒരു നീണ്ടു പരന്നു നടക്കുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണ്. അതായത് വലിയ നമ്മള് സാധാ വെള്ളച്ചാട്ടത്തിൽ കാണുമ്പോൾ വലിയ പൊക്കത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം ഒന്നും അല്ല. പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്. രസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഗേസ് അപ്പൊ ഇതൊന്നും ആയില്ല, ഇനി അടാറ് വിഷ്വല് മുകളിലോട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഫുള്ള് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുളിക്കാം ഇവിടെ. ഒരു ഒന്നും പേടിക്കാനില്ല. അപ്പൊ നമ്മൾ ബാക്കി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളെ വിഷ്വല് കാണിച്ചു തരാം. എന്നെ രക്ഷിച്ചത് ഒരു വാഴയാണ് ഗൈസ് ചാടിയപ്പോ. ആ വാഴ അങ്ങോട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് ഇങ്ങോട്ട് പോവുകയാണ്. ഞാൻ ചെറുതായിട്ട് ഡള്ളായി, എന്നെ വാഴയാണ് രക്ഷിച്ചത് ഗൈസ്. ഈ വാഴ ഇവിടെയൊക്കെ നിറയെ നിൽപ്പുണ്ട്. ചെറിയൊരു ആനയുണ്ട്. അത് ഒരു തിട്ട അതിന്റെ ഇടേ ഇതിന്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നു പോണത്. മറ്റേ വീഡിയോ കണ്ടില്ലേ, പാട്ടൊക്കെ പാടി നടന്നു നിങ്ങളാരും അപ്പുറത്തിറങ്ങി റിസ്ക് എടുക്കല്ലേ. ചെറിയൊരു പാലമൊക്കെ ഉണ്ട്, നടന്നൊക്കെ പോകാൻ. പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കുന്നത് പറഞ്ഞൊരു പ്രദേശമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നമ്മളെല്ലാരും ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി നോക്കാം എങ്ങനെയാണ്. അടിപൊളി. ഇഷ്ടപ്പെട്ട കേസ്, രക്ഷയില്ല കാണാനായിട്ട് കേസ്. അപ്പൊ വേണേ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം. പക്ഷെ സൂക്ഷിച്ചു പോകണം, കാരണം തെന്നലുണ്ട് ചെറിയ. അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് വേണോ നിങ്ങൾ പോകാനായിട്ട്. നമ്മൾ പറഞ്ഞ ഒരു പാലം എന്തോ കാണുന്നതാണ്. നമ്മൾ പറഞ്ഞ ഒരു പാലം നല്ല രസമുണ്ട്. ഒരു ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആറാണ്. നല്ല രസമുണ്ട്. ആവുന്നില്ല, ഞാൻ എവിടേക്കാ. ശ്രീരാജ് അവിടെ പേടിച്ചവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ഇതാണ് സ്പോട്ട്. ചർക്കലോ തെന്നലോ ഒന്നുമില്ല. ഇത് നീണ്ടു പരന്നിങ്ങനെ കിടക്കുകയാണ്. ഇത് നമുക്ക് അവിടെ നിന്ന് ആ പാലം കാണാം. ഇതിന്റെ ഇങ്ങോട്ട് നമ്മുടെ ഒരു വെള്ളച്ചാട്ടം. ശ്രീരാജ് ഇറങ്ങിക്കഴിഞ്ഞു, ഭയമൊക്കെ പോയിന്ന് വാ കേട്ടാ ഗൈസ്. ഇതിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഏകദേശം ഈ ഒരു കറക്റ്റിന്റെ ആ ഒരു നടുക്ക് വന്നു. കണ്ടില്ലേ, നടുക്ക് വന്നു. ഇവിടെ ഏതാണ് ഇവിടെയാണ് നിൽക്കുന്നത്. പേടിക്കാനൊന്നുമില്ല, ആഴയില്ലാത്തോണ്ട് വീണാലും അവിടെ കിടന്നോളൂ. ശ്രീരാജ് പറയുന്നത് പേടിക്കാനൊന്നുമില്ല, ആഴയില്ലാത്തോണ്ട് വീണാലും ഇവിടെ പാറയിലും എല്ലാം തലയിടിച്ച് അവിടെ കിടക്കും. വാവ് ഗൈസ്, ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നു കിടന്നും വേണമെങ്കിൽ കുളിക്കാം. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നിങ്ങൾ തമിഴ്നാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. നമ്മളെങ്ങനെ കണ്ടുപിടിച്ചതാണ്. അമേസിംഗ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. നമ്മളിങ്ങനെ അരുവിക്കര വാട്ടർഫാൾസിൽ ഇങ്ങനെ അതിന്റെ ആ ഒരു നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. ശ്രീരാജ് അവിടെ നിൽക്കുന്നത്. വേറെ ആൾക്കാർ കുളിക്കാനൊക്കെ ഇവിടെ, പക്ഷെ കുളിക്കുന്നതും ഇവിടെ ഇറങ്ങി നടക്കുന്നതൊക്കെ നിരോധിച്ചു എന്ന് അവിടെ തമിഴിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ ആൾക്കാർ ഇത് ഒരു വഴിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാമൻ അതോ അപ്പുറത്ത് അക്കരെ ഉണ്ടായിരുന്ന മാമനാണ്. അതുകൊണ്ട് അക്കരെ ഉണ്ടായിരുന്നതാണ്. എനിക്കാണ് വെള്ളം കൂടുന്ന സമയത്തൊന്നും പോകാൻ പറ്റൂല, അല്ലാതെ നടന്നു പോകും. പക്ഷെ അതെ 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 അതെ. ആ പാലാണ് എന്ത് രസമാണ്. അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേസ്. ഇവിടെ റിസ്ക് ആണ്, നീന്താനൊന്നും ചെയ്യില്ല. ഇവിടെ വലിയ ഗുമിട്ട് പാറ ചാടയൊന്നും ചെയ്യരുത്. അവിടെ അവിടെ വന്ന് എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ രണ്ടുപേരായിട്ടാണ് വന്നിട്ട് നമ്മൾ ഇത്ര എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ടാണ്. ആലപ്പുഴയൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ വർത്തായിട്ടുള്ള ഈ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഒന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് തമിഴ്നാട്ടിലുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ, അതായത് വാട്ടർഫാൾസ് എന്നും പറഞ്ഞും, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്ന ഒരുപാട് സ്ഥലം നമ്മൾ മാപ്പ് നോക്കി വന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അതേപോലെ ആകും എന്ന് പ്രതീക്ഷിച്ച് വലിയൊരു എന്ന് വെച്ചാൽ ചെറിയൊരു പ്രതീക്ഷയിൽ മാത്രമാണ് വന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് കണ്ട് സത്യം പറഞ്ഞ എന്റെ പൊന്ന് ശ്രീരാജ് സ്ഥലം. സംസാരിച്ച് നടന്ന ഒരുപാട് ദൂരത്ത് അത്യാവശ്യം എന്തോ പറയാ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ കിട്ടുന്ന അതേ ഫീല് ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്. നോക്കി
നമ്മൾ എന്തായാലും തിരിച്ചു പോകാൻ വേണ്ടി തിരിച്ചു പോകാൻ പോവുകയാണ്. വേണ്ടി, ആ. ഇത് നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾ വരണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ്, അടിപൊളി പ്ലേസ് ആണ്. മറ്റേ വ്ളോഗോ മറ്റേ സംഭവം റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ ഡാൻസ് ഒക്കെ ഇവിടെ നിന്ന് കളിച്ചാലൊക്കെ അടിപൊളിയാണ്. ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ കന്യാകുമാരി റൂട്ടിൽ വന്നിട്ട് മാത്തൂർ അക്വഡക്റ്റ് ഉണ്ടല്ലോ, മാത്തൂർ വഴി വരുമ്പോ ആ മാത്തൂർ റൂട്ട് എത്തുന്നതിന് മുന്നേ അരുവിക്കര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിലും മാപ്പിലും എല്ലാ ലൊക്കേഷൻ പക്ക കറക്റ്റ് ആണ്. അതെ അതെ, വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലുണ്ട്, നിർത്തി തരും. അതെ, ലൊക്കേഷൻ കറക്റ്റ് ഇവിടെ വരും. ഇവിടെ കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവിടെ മറ്റേ ബോർഡ് വെച്ചു. പക്ഷെ ആഴമൊന്നുമില്ലല്ലോ. എന്താ പറയാമോ, പറഞ്ഞ സമയത്ത് വെള്ളം ചിലപ്പോഴേ അത് പ്രതീക്ഷിക്കാതെ വല്ലതും കൂടുതൽ വരുമായിരിക്കും. അതായിരിക്കും. എന്തായാലും നമുക്ക് വന്നതിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർത്തായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അതെ അതെ, നിങ്ങൾ കന്യാകുമാരി ട്രിപ്പ് ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല, ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പൊക്കെ വരുന്നവർ മാക്സിമം വരിക, ഒന്ന് മൊത്തത്തിൽ ഒന്ന് തണുപ്പിച്ചിട്ട് പോവാം. നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ താഴെ പറഞ്ഞ ഒരു പാലം എന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ താഴോട്ടുള്ള ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഇവിടെ ഡാൻസ് കളിക്കാനൊക്കെ അതിനൊക്കെ പറ്റിയ വിഷ്വൽ ബ്യൂട്ടി പോകുമ്പോൾ അടിപൊളി കേട്ടോ, സെറ്റപ്പ് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് കേസ്. നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? യെസ്, വാ, സോ ബ്യൂട്ടിഫുൾ. ഹലോ കേസ്, അപ്പോൾ നമ്മളങ്ങനെ വാട്ടർഫാൾസിന് വേറെ അരുവിക്കര വാട്ടർഫാൾസ് അങ്ങനെ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രാശി നമ്മൾ അടുത്ത പടത്തിന് പോകുള്ളൊരു സെറ്റപ്പിലാണ്. ഏത് പടം? സൂക്ഷ്മദർശിനി. അപ്പോൾ രാശി അത് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്ന് നേരെ വിഷലെടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ കാളിദാസ് തിയേറ്ററിലേക്കാണ് പോകുന്നത്, സൂക്ഷ്മദർശിനി പടം കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബറൊക്കെ ചെയ്തേക്കാം. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അല്ലേ രാശേ? ബൈ പറയണം. ടാറ്റാ.